സംഘർഷങ്ങൾക്കും പോർവിളികൾക്കുമിടയിൽ കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. പറയഞ്ചേരിയിലെ വോട്ടിംഗ് കേന്ദ്രത്തിന് മുന്നിലുണ്ടായ സംഘർഷത്തിലും പോലീസ് നടപടിയിലും നിരവധി പേർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് പാനലും CPM പിന്തുണയോടെ കോൺഗ്രസ് വിമതരും തമ്മിലാണ് മത്സരം. ഫലം രാത്രിയോടെ പുറത്തുവരും. CPM അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാളെ കോഴിക്കോട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വോട്ടെടുപ്പ് നടന്ന പറയഞ്ചേരി ബോയ്സ് സ്കൂൾ പരിസരം രാവിലെ മുതൽ യുദ്ധസമാനമായിരുന്നു. കള്ളവോട്ടും വ്യാജ ID കാർഡ് ആരോപണവും ഉയർത്തിയായിരുന്നു തർക്കവും കയ്യാങ്കളിയും. ഇരുഭാഗത്തു നിന്നുമായി ഉയർന്നത് 50-ലേറെ കള്ളവോട്ട് പരാതികൾ. വോട്ടിംഗ് കേന്ദ്രത്തിന് മുന്നിലെ സംഘർഷത്തിൽ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ്, CPM കുന്നമംഗലം ലോക്കൽ കമ്മിറ്റി അംഗം ഷൈബു, BJP പുതിയറ മണ്ഡലം പ്രസിഡന്റ് ദിജിൽ നെല്ലിക്കോട് തുടങ്ങി നിരവധി പേർക്ക് പരിക്കേറ്റു. ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ലൈനിൽ നിന്നപ്പോൾ ഞാനൊരു 10-25 ആളായിട്ട് ലൈനിൽ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ വോട്ട് ആരോ ചെയ്തു പോയി. ഞാനിത് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കാന്നേ ഉള്ളൂ. ഇത് കംപ്ലയിൻറ്റ് വലിയ പ്രാധാന്യമൊന്നുമില്ല. എനിക്ക് വോട്ട് ചെയ്യാനും കഴിയില്ല. രാവിലെ കോൺഗ്രസ് പാനലിന്റെ വോട്ടർമാരെ എത്തിക്കുന്ന വാഹനങ്ങൾക്ക് നേരെയും കല്ലേറുണ്ടായി. വിമതരെ കൂട്ടുപിടിച്ച് CPM തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഈ ജനാധിപത്യ ധ്വംസനത്തിൽ പ്രതിഷേധിച്ച് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA നിയാസിനെയും മറ്റു സഹപ്രവർത്തകരെയും ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച്, വോട്ട് ചെയ്യാൻ പോയ പാവപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കോൺഗ്രസ് ജില്ലയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നു. 36,000-ഓളം അംഗങ്ങളുള്ള ബാങ്കിൽ 8,500-ഓളം പേർ മാത്രമാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. സംഘർഷത്തിനിടെ നിരവധി പേർ വോട്ടു ചെയ്യാതെ മടങ്ങി. ചേവായൂർ സഹകരണ ബാങ്ക് വർഷങ്ങളായി കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഭരണസമിതിയും കോൺഗ്രസ് നേതൃത്വവുമായുള്ള തർക്കമാണ് ഇക്കുറി വിമത പോരാട്ടത്തിലേക്ക് നയിച്ചത്. മീഡിയ 1 കോഴിക്കോട്.